നമസ്കാരം. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും PSC റാങ്ക് മേക്കേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ വളരെ പ്രധാനപ്പെട്ട 2 പോയിന്റുകളാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റികളും നമ്മളുടെ കടമെടുക്കലും, വേറെ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ എടുത്ത കടമെടുക്കലുകളെയും കുറിച്ചിട്ടാണ്. ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ വസ്തുതകൾ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് പറഞ്ഞു, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് പറഞ്ഞു, ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ എങ്ങനെയൊക്കെ തരംതിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 4 വഴികൾ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഫോം ചെയ്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആവുന്നത് വരെയുള്ള 4 വഴികൾ, ഇത്രയും പോയിന്റുകൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇതതിൻ്റെ 2ാം ഭാഗമാണ്. ഈ 2ാം ഭാഗത്തിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റികളും ബോറോഡ് ഫീച്ചേഴ്സുമാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ആദ്യമായി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റികളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഒരുപാട് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. 16ലധികം കമ്മിറ്റികൾ ഉണ്ടായിരുന്നു, മേജറായിട്ടുള്ള കമ്മിറ്റികൾ. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കമ്മിറ്റികളും അതിൻ്റെ ചെയർമാൻമാരെ കുറിച്ച് മാത്രമാണ് ഈ ആദ്യ സെഷനിൽ ഞാൻ പറയാൻ പോകുന്നത്. അതിൽ 1ാമത്തെ കമ്മിറ്റി എന്ന് പറയുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. അതിനകത്ത് ചെയർമാനെ കുറിച്ച് മാത്രം പഠിച്ചാൽ പോരാ, അതിൽ കുറച്ച് ഡീപ്പായിട്ട് പഠിക്കണം. കാരണം അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യനുകൾ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ബാക്കി എല്ലാ കമ്മിറ്റികളും ചെയർമാൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അതിനപ്പുറം ഇതുവരെ PSC ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് പോകാം. 1ാമത്തെ ഇതെന്ന് പറയുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. 1ാമത്തെ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വരുന്നതെന്ന് പറയുന്നത് 29 ഓഗസ്റ്റ് 1947 1947 ഓഗസ്റ്റ് മാസം 29 തീയതിയാണ് നമ്മളുടെ ഏത് കമ്മിറ്റി നിലവിൽ വരുന്നത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വരുന്നത്. അപ്പോൾ എന്നാണ് 1947 ഓഗസ്റ്റ് മാസം 29 തീയതി. ആരായിരുന്നു ചെയർമാൻ? BR അംബേദ്കർ ചെയർമാനായി 1947 ഓഗസ്റ്റ് മാസം 29 തീയതി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നു. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റികളിൽ വെച്ച്, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ വെച്ച് ഏറ്റവും വലിയ കമ്മിറ്റിയാണെന്ന് പറയാനുള്ള കാരണം, ഈ ഭരണഘടന എഴുതി ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ജോലിയായിരുന്നു. നമുക്ക് മനസ്സിലാവും, ഭരണഘടനയുടെ ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ ആദ്യം തൊട്ട് അവസാനം വരെ ഒന്ന് വായിച്ചു നോക്കുവാണെങ്കിൽ ഇത് ഉണ്ടാക്കാൻ എത്രത്തോളം ശ്രമകരമായ ഒരു ജോലിയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ആയിരുന്നു എന്ന് പറയുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ചെയർമാൻ ആരായിരുന്നു? BR അംബേദ്കർ ആയിരുന്നു. അപ്പോയിൻമെൻറ്റ് ചെയ്തതെന്നാണ് 29 ഓഗസ്റ്റ് 1947 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റു ചില വസ്തുതകൾ എന്ന് പറയുന്നത്, ഇതിനകത്തുള്ള ബാക്കി മെമ്പേഴ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിനകത്ത് ടോട്ടൽ എന്ന് പറയുന്നത് 7 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ചെയർമാൻ BR അംബേദ്കർ കഴിഞ്ഞ് പിന്നെ 6 പേരാണ് ഉണ്ടായിരുന്നത്. ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. KM മുൻഷി ഉണ്ടായിരുന്നു, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ഉണ്ടായിരുന്നു, N ഗോപാലസ്വാമി അയ്യങ്കാർ ഉണ്ടായിരുന്നു, സർ മുഹമ്മദ് സാദുള്ള ഉണ്ടായിരുന്നു, BL മിത്തർ ഉണ്ടായിരുന്നു, DP കെയ്ത്താൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പേരാണ് നമ്മളുടെ BR അംബേദ്കറിനെ കൂടാതെ നമ്മളുടെ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങൾ. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ആരൊക്കെയാണ്? KM മുൻഷി ഉണ്ടായിരുന്നു, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ഉണ്ടായിരുന്നു, N ഗോപാലസ്വാമി അയ്യങ്കാർ ഉണ്ടായിരുന്നു, സയ്യിദ് മുഹമ്മദ് സാദുള്ള ഉണ്ടായിരുന്നു, BL മിത്തർ ഉണ്ടായിരുന്നു, DP കൈത്താൻ ഉണ്ടായിരുന്നു. ഇതിൽ അവസാനം പറഞ്ഞ 2 ആൾക്കാർ, BL മിത്തറും DP കൈത്താനും നമ്മുടെ ഭരണഘടനയുടെ എൻഡ് വരെ നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ല. അതിൽ BL മിത്തർ ഇടയ്ക്ക് വെച്ച് റിസൈൻ ചെയ്ത് പോവുകയും അതിനു പകരം നമ്മൾ ഒരാളെ തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? N മാധവറാവു. എന്താണ് പേര്? N മാധവറാവുവിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഇനി DP കൈത്താൻ, അദ്ദേഹം 1948 മരണപ്പെട്ടു പോവുകയും അദ്ദേഹത്തിന് പകരം TT കൃഷ്ണനാമാചാരിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോൾ DP കൈത്താന് പകരം ആരാണ് വന്നത്? TT കൃഷ്ണനാമാചാരിയും BL മിത്തറിന് പകരം N മാധവറാവും വന്നു. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഫസ്റ്റ് ഡ്രാഫ്റ്റ് തയ്യാറാക്കി കൊടുത്തു. എന്നാണ് കൊടുത്തത്? 4 നവംബർ 1947, 4th നവംബർ 1947 ഫസ്റ്റ് ഡ്രാഫ്റ്റ് കൊടുത്തു. ഈ ഫസ്റ്റ് ഡ്രാഫ്റ്റിനെ ബേസ് ചെയ്ത് പിന്നെ ഏകദേശം 2000 ചേഞ്ചസ് അതിനകത്ത് വന്നു. ഡിബേറ്റുകൾ നടന്നു, 2000 ചേഞ്ചസ് അതിനകത്ത് വന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഡ്രാഫ്റ്റ് കൊടുക്കേണ്ടി വന്നു. അതെന്ന് പറയുന്നത് 48 ഫെബ്രുവരി മാസത്തോടെ അടുപ്പിച്ച് രണ്ടാമതൊരു ഡ്രാഫ്റ്റ് കൊടുത്തു. മൂന്നാമത്തെ റീഡിങ്ങിലാണ് ഇതെന്താണ് കറക്റ്റായി അപ്രൂവ്ഡായി വന്നത്. അപ്പം ഫൈനലി അപ്രൂവ് ചെയ്ത ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്നാണ്? 26 നവംബർ 1949, 26 നവംബർ 1949 നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത്, അംഗീകരിച്ചത്. എന്നു ചോദിച്ചാൽ എന്നാണ്?
1949 നവംബർ 26 ആണ്. അപ്പോൾ ഇത്രയുമാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ് ഈ പോയിന്റുകൾ. കാരണം ഈ ഇപ്പോൾ 4 ഓപ്ഷൻ തന്നിട്ട് ഇതിനകത്ത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പർ അല്ലാത്തതായിരുന്നോ അല്ലെങ്കിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ മെമ്പർ ആര് എന്നുള്ളതൊക്കെ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. അതേപോലെ തന്നെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് സബ്മിറ്റ് ചെയ്ത ഡേറ്റ് മറന്നു പോകരുത്. എന്നാണ് 4 നവംബർ 1947 ആണ്. ഓക്കെ, അപ്പോൾ അത്ര നിൽക്കട്ടെ. ഇനി നമുക്ക് ഇനിയുള്ള കമ്മിറ്റികളിലെ ചെയർമാൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ബാക്കി ഒരു കാര്യങ്ങളും അറിയേണ്ട കാര്യമില്ല. ജസ്റ്റ് ചെയർമാൻ്റെ പേരുകൾ മാത്രം ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഒന്നാമത്തെ എന്ന് പറയുന്നത് രാജേന്ദ്ര പ്രസാദ് ഒരു സെക്ഷനാണ്. 4 കമ്മിറ്റികളുടെ ചെയർമാനായിരുന്നു ആരെന്ന് പറയുന്നത് രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്നത്. ഒന്നാമത് സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ്, രണ്ടാമത് ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി, മൂന്നാമത് നാഷണൽ ഫ്ലാഗ് വേണ്ടി കൂടിയൊരു അഡ്ഹോക് കമ്മിറ്റി, നാലാമത്തേതെന്ന് പറയുന്നത് ഏതാണ് റൂൾസ് ഓഫ് പ്രൊസീജിയറിന് വേണ്ടിയുള്ള കമ്മിറ്റി. അപ്പോൾ ഈ 4 കമ്മിറ്റികളുടെ ചെയർമാനായിരുന്നു ആരെന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഈ പറഞ്ഞ 4 കമ്മിറ്റികളുടെയും ചെയർമാനായിരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി? സ്റ്റിയറിംഗ് കമ്മിറ്റി നമുക്കറിയാം, കാരണം നമ്മളുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ ആദ്യത്തെ നമ്മളുടെ ചെയർമാനായിരുന്നു, പെർമനൻ്റ് ആയിട്ടുള്ള ചെയർമാനായിരുന്നു ആരെന്ന് പറയുന്നത് രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്നത്. അപ്പം സ്റ്റിയറിംഗ് ഉള്ള ആളാണ് എന്തായാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഒബിയസ്ലി ആര് തന്നെയായിരിക്കും? രാജേന്ദ്ര പ്രസാദ് തന്നെ ആയിരിക്കും. പിന്നെ ബാക്കി 3 പോയിന്റുകളാണ് ഓർത്ത് വെക്കേണ്ടത്: ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി, നാഷണൽ ഫ്ലാഗ്, റൂൾസ് ഓഫ് പ്രൊസീജിയർ. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തത് എന്നാണെന്നറിയാമോ? 22 ജൂലൈ 1947 22 ജൂലൈ 1947 നമ്മുടെ നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അത് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിച്ചതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത നമുക്ക് പോയിന്റിലോട്ട് പോകാം. അപ്പം രാജേന്ദ്ര പ്രസാദ് ഏതൊക്കെ കമ്മിറ്റിയുടെ ചെയർമാനാണെന്ന് ഇനി ചോദിച്ചാൽ പറയാമല്ലോ. ഇനി അടുത്തതെന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ചെയർമാനായിട്ടുള്ള കമ്മിറ്റികളാണ് യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി. 3 കമ്മിറ്റികളാണ്. ഏതൊക്കെയാണ്? യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി. ഈ 3 കമ്മിറ്റികളുടെ ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ഒരു 5 കമ്മിറ്റികളാണ്. ഈ 5 കമ്മിറ്റികളിൽ ഓരോ കമ്മിറ്റിക്കും ഓരോ ചെയർമാനുണ്ട്. അതും കൂടെ പറഞ്ഞ് നമ്മുടെ ഈ പ്രധാനപ്പെട്ട കമ്മിറ്റികളും അതിൻ്റെ ചെയർമാനും നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഏതാണ്? ക്രെഡൻഷ്യൽ കമ്മിറ്റി. ക്രെഡൻഷ്യൽ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യരായിരുന്നു. ആരാണ്? അല്ലാടി കൃഷ്ണസ്വാമി അയ്യരായിരുന്നു ക്രെഡൻഷ്യൽ കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യാർ. ഓക്കെ, അടുത്തത് ഹൗസ് കമ്മിറ്റി എന്ന് പറയുന്നത് ബി പട്ടാഭി സീതാരാമയ്യ ആണ് ഏതെന്ന് പറഞ്ഞ ഹൗസ് കമ്മിറ്റി. നമ്മളുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യം നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രസിഡന്റായിരുന്ന വ്യക്തിയുമാണ് ആരെന്ന് പറയുന്നത് പട്ടാഭി സീതാരാമയ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? പട്ടാഭി സീതാരാമ അയ്യായിരുന്നു. അടുത്തതെന്ന് പറഞ്ഞത് ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റിയുടെ ചെയർമാൻ ചോദിച്ചാൽ ആരാണ്? KM മുൻഷി ആയിരുന്നു ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റിയുടെ ചെയർമാൻ. ആരാണ്? KM മുൻഷി ആയിരുന്നു. അടുത്ത ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഫംഗ്ഷനുകളെ നിയന്ത്രിക്കുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ GV മാവലിംഗർ ആയിരുന്നു. അടുത്ത ഫണ്ടമെന്റൽ റൈറ്റ് അഡ്വൈസറി കമ്മിറ്റി. അതിൻ്റെത് ആരായിരുന്നു? ഫണ്ടമെന്റൽ റൈറ്റ് അതിൻ്റെ അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർമാൻ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ഓക്കെ, അപ്പം ആ പ്രധാനപ്പെട്ട കമ്മിറ്റികളും പിന്നെന്താണ് അതിൻ്റെ ചെയർമാനുകളെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോറോഡ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട കടമെടുക്കലുകൾ. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പല രാജ്യത്തു നിന്നും പല കാര്യങ്ങളും കടമെടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുന്നേ ഞാനൊരു കാര്യം പറയുകയാണ്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും ബേസ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഏതാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരെണ്ണങ്ങളുണ്ട്. അത് 1990 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് തന്നെയാണ്. മൊണ്ടേഗോ ചെംസ്ഫോർഡ് റീഫോംസ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മുന്നേ. അതും ഇതുമാണ്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് തന്നെയാണ്. ഓക്കെ, ആ ആക്ടിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു 321 സെക്ഷനുകളും 10 ഷെഡ്യൂളുകളും ഒക്കെ ആക്കി തരംതിരിച്ച് തന്നിരുന്ന ഒരു ആക്ടാണ് ഏതെന്ന് പറയുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. അത് ലോർഡ് വെല്ലിംഗ്ടൺ വൈസ്രോയി ആയിരുന്ന കാലത്താണ് ഈ ആക്ട് പാസ്സാക്കിയത്. ഓക്കെ, അപ്പോൾ ഈ ആക്ടിൽ നിന്നാണ് നമ്മളുടെ ഭരണഘടനയിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ആക്ടിൽ നിന്നാണ് എടുത്തത്. ഇപ്പം നമ്മളുടെ പബ്ലിക് സർവീസ് കമ്മീഷനും ഗവർണറും അതെല്ലാം വന്നത് ഈ ആക്ടിൽ നിന്നാണ്. അത് കൂടാതെ ഇങ്ങനെ ഈ ആക്ടിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എടുത്തു. 321 സെക്ഷനും 10 ഷെഡ്യൂളുകളും ഉണ്ടായിരുന്ന ഒരു വലിയ ആക്ടായിരുന്നു. അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ എടുത്തു. അത് കൂടാതെ പിന്നെ വന്ന ബോറോഡ് ഫീച്ചേഴ്സ്, ബാക്കി രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ കടമെടുക്കലിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായി നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ ഒരുപാട് കടമെടുക്കലുകൾ നടത്തിയിരിക്കുന്നത്. ബ്രിട്ടനിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് കടമെടുത്തതെന്ന് നോക്കാം. പാർലമെൻ്ററി ഗവൺമെൻറ്, ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ,
സിംഗിൾ സിറ്റിസൺഷിപ്പ്, ക്യാബിനറ്റ് സിസ്റ്റം, ബൈക്യാമറലിസം, റൂൾ ഓഫ് ലോ, വ്രിട്ട്. അപ്പം നമുക്കിത് ഓരോന്നായി ഒന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എന്താണ്? പാർലമെൻ്ററി ജനാധിപത്യം അല്ലെങ്കിൽ പാർലമെൻ്ററി ഗവൺമെൻറ് നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തത്? ബ്രിട്ടനിൽ നിന്നാണ്. പിന്നെ ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നീതിന്യായ വ്യവസ്ഥ. അതൊക്കെ നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തത്? ബ്രിട്ടനിൽ നിന്നാണ്. ഏക പൗരത്വം അല്ലെങ്കിൽ എന്താണ്? സിംഗിൾ സിറ്റിസൺഷിപ്പ്, അത് നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തത്. പിന്നെ ക്യാബിനറ്റ് സമ്പ്രദായം നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തത്? ബ്രിട്ടനിൽ നിന്നാണ്. ബൈക്യാമറലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്വിമണ്ഡല സഭ എന്ന് പറയും. നമുക്കിപ്പം ലോവർ ഹൗസും ഉണ്ട്, അപ്പർ ഹൗസും ഉണ്ട്, രാജ്യസഭയും ഉണ്ട്, ലോകസഭയും ഉണ്ട്. അത് നമ്മൾ കടമെടുത്തത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. പിന്നെ റൂൾ ഓഫ് ലോ, നമ്മളുടെ നിയമ വാഴ്ച നമ്മൾ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. പിന്നെ വൃട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വൃട്ടുകളുടെ വിശേഷാധികാരമാണ് നമ്മൾ എവിടെ നിന്ന് കടമെടുത്തത്? ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തത്. അപ്പം വൃട്ടുകളുടെ വിശേഷാധികാരം, പിന്നെന്താണ്? പാർലമെൻ്ററി ഗവൺമെൻറ് സിസ്റ്റം, ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ക്യാബിനറ്റ് സിസ്റ്റം, ബൈക്യാമറലിസം, റൂൾ ഓഫ് ലോ, വ്രിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ഓർത്ത് വെക്കുക. പാർലമെൻ്ററി ജനാധിപത്യം, പിന്നെന്താണ്? നീതിന്യായ വ്യവസ്ഥ, ഏക പൗരത്വം, ക്യാബിനറ്റ് സമ്പ്രദായം, ദ്വിമണ്ഡല സഭ, പിന്നെന്താണ്? നിയമവാഴ്ച, പിന്നെ വൃട്ടുകളുടെ വിശേഷാധികാരം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തത്? ബ്രിട്ടനിൽ നിന്നാണ്. ഇനി നമുക്ക് അയർലൻഡിൽ നിന്ന് എന്തൊക്കെ നമ്മൾ കടമെടുത്തിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ നമ്മൾ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. പിന്നെ നോമിനേഷൻ ടു രാജ്യസഭ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രസിഡന്റിന് ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം, അത് നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. ഇനി പ്രസിഡന്റ് ഇലക്ഷൻ നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? അയർലൻഡിൽ നിന്നാണ്. അപ്പം എന്തൊക്കെയാണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, അത് നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. പിന്നെ നോമിനേഷൻ ടു രാജ്യസഭ, നമ്മളുടെ പ്രസിഡന്റിന് 12 പേരെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം, അത് നമ്മൾ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. പ്രസിഡന്റ് ഇലക്ഷനെ കുറിച്ചും നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. അപ്പോൾ അയർലൻഡിൻ്റെ കടമെടുക്കൽ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത് നമുക്ക് അമേരിക്കയിൽ നിന്നും നമ്മൾ ഈ പറഞ്ഞ പോലെയാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അമേരിക്കയിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. പ്രിയാമ്പിളുണ്ട്, ജുഡീഷ്യൽ റിവ്യൂ ഉണ്ട്, ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ട്, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡന്റ് ഉണ്ട്, ഫങ്ഷൻ ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് നമ്മൾ കടമെടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്? റിമൂവൽ ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജ്. ഇത്രയും കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. എന്തൊക്കെയാണ്? പ്രിയാമ്പിൾ, നമ്മളുടെ ആമുഖം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖം, നമ്മൾ അത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖം അതുപോലെ കടമെടുത്തതല്ല, ആ ഐഡിയ നമ്മൾ കടമെടുത്തത് എവിടെ നിന്നാണ്? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. പിന്നെന്താണ്? ജുഡീഷ്യൽ റിവ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ മനുഷ്യരാണ് കോടതിയിലിരിക്കുന്നത്, അവർക്ക് തെറ്റ് സംഭവിച്ചാൽ എന്താണ്? റിവ്യൂവിന് പോകാൻ നമുക്ക് അധികാരമുണ്ട്. അത് നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തത്? അമേരിക്കയിൽ നിന്നാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തത്? അമേരിക്കയിൽ നിന്നാണ്. പിന്നെന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ് നമ്മൾ കടമെടുത്തു അമേരിക്കയിൽ നിന്ന്. പിന്നെ നമ്മൾ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, എഴുതപ്പെട്ട ഭരണഘടന എന്ന ആശയം, അത് നമ്മൾ കടമെടുത്തത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. ഇനി പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനുള്ള അധികാരം, പ്രസിഡന്റ് എന്തെങ്കിലും പ്രശ്നക്കാരാണെങ്കിൽ നമുക്ക് അവരെ പറഞ്ഞു വിടാനുള്ള അധികാരം നമ്മൾ കടമെടുത്തത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. പിന്നെന്താണ്? പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അത് നമ്മൾ കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. പിന്നെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ മാറ്റാനുള്ള അധികാരം, അത് നമ്മൾ കടമെടുത്തത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്ന് ആണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ കാനഡയിൽ നിന്ന് എടുത്ത മേജർ ആയിട്ടെടുത്ത കടമെടുക്കലാണ് നമ്മളിനി പറയാൻ പോകുന്നത്. റെസിഡ്യൂറി പവർ ഇൻ ദ സെൻറ്റർ എന്ന് പറയുന്നത് എന്താണ്? റെസിഡ്യൂറി പവർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം സ്റ്റേറ്റിന് കുറേ അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും അധികാരം കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന അധികാരങ്ങളെല്ലാം സെൻട്രൽ കേന്ദ്രീകരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത് അവശിഷ്ട അധികാരം എന്ന് പറയും മലയാളത്തിൽ. അതാണ് അതിൻ്റെ മീനിങ്, അതിൻ്റെ ഒരു വേർഡിൻ്റെ മീനിങ് അതേപോലെയാണ്, അവശിഷ്ട അധികാരം എന്ന് പറയും. ഇതിൻ്റെ റെസിഡ്യൂറി പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റിനും എല്ലാം കൊടുത്ത ശേഷം ബാക്കി വരുന്ന പവറുകളെല്ലാം സെൻട്രലിൻ്റേതാണ്. അതാണ് റെസിഡ്യൂറി പവർ എന്ന് പറയുന്നത്. പിന്നെന്താണ്? അപ്പോയിൻമെൻറ്റ് ഓഫ് സ്റ്റേറ്റ് ഗവർണേഴ്സ് ബൈ സെൻറ്റർ, നമ്മളുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ഗവർണറെ നിയമിക്കാനുള്ള അവകാശം. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ഗവർണറെ നിയമിക്കുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെൻറ്റാണ്. ആ അവകാശം നമ്മൾ കടമെടുത്ത് എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ്. പിന്നെന്താണ്? സുപ്രീം കോടതിയിലെ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ, അപ്പോൾ അതും കടമെടുത്ത് എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട്? റെസിഡ്യൂറി പവർ, അവശിഷ്ട അധികാരം. പിന്നെന്താണ്? നമ്മളുടെ ഗവർണർമാരെ സെൻട്രൽ നിയമിക്കുന്ന ആ പ്രൊസീജിയർ, അത് കടമെടുത്തതും കാനഡയിൽ നിന്നാണ്. പിന്നെന്താണ്? അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ കടമെടുത്തത് കാനഡയിൽ നിന്നാണ്. അടുത്ത നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്നുള്ള കടമെടുക്കൽ നോക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിച്ചുകൊണ്ടിരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. കൺകറന്റ് ലിസ്റ്റ് എവിടെ നിന്ന് കടമെടുത്തു? കൺകറന്റ് ലിസ്റ്റ് എവിടെ നിന്നാണ് കടമെടുത്തത്? ഓസ്ട്രേലിയ. കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയ. ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കൺകറന്റ് ലിസ്റ്റ് എവിടെ നിന്നാണ് കടമെടുത്തത്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. പിന്നെ ഫ്രീഡം ഓഫ് ട്രേഡ്, കച്ചവട സ്വാതന്ത്ര്യം, അത് നമ്മൾ കടമെടുത്തത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. കൊമേഴ്സ് ആൻഡ് ഇൻ്റർകോഴ്സ്, പിന്നെന്താണ്?
വാണിജ്യപരമായിട്ടുള്ള വേറൊരു കാര്യം. അത് എവിടെ നിന്നാണ് കടമെടുത്തത്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. പിന്നെന്താണ്? ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് 2 ഹൗസ് ഓഫ് പാർലമെൻറ്റ്. ഒരുപാട് പ്രാവശ്യം ചോദിച്ച മറ്റൊരു സംഭവം എന്താണ്? പാർലമെൻറ്റുകളുടെ സംയുക്ത സമ്മേളനം, ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് 2 ഹൗസസ് ഓഫ് പാർലമെൻറ്റ്. ഓക്കെ, അത് കടമെടുത്തതും എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഓക്കെ, ഇനി നമുക്ക് റഷ്യ എന്നുള്ള കുറച്ച് കടമെടുക്കലുകൾ നോക്കാം. റഷ്യയിൽ നിന്ന് പ്രധാനമായിട്ട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് കടമെടുത്തത്. ഏതാണ്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. പിന്നെ നമ്മളെ പ്രിയാമ്പിൾ എഴുതി വെച്ചിരിക്കുന്ന സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ആണ് ആ വേർഡ്. അതിൻ്റെ ഐഡിയൽ ഓഫ് ജസ്റ്റിസ് എന്ന് പറയാം. അത് നമ്മൾ കടമെടുത്തതും എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. പ്രധാനമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏതാണ്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ് ചോദിക്കുന്നത്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എവിടെ നിന്നാണ് കിട്ടിയത്? റഷ്യയിൽ നിന്നാണ് കിട്ടിയത്. ഓക്കെ, അടുത്തതിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഫ്രാൻസിൽ നിന്ന് കടമെടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇതും ആമുഖത്തിൽ പറയുന്ന കാര്യമാണ്. എന്തൊക്കെയാണ്? ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി എന്ന് പറയും. എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഫ്രഞ്ച് വിപ്ലവം മനസ്സിൽ വന്നില്ലയോ? ഫ്രഞ്ച് വിപ്ലവം എന്നായിരുന്നു? ഫ്രഞ്ച് വിപ്ലവം 1789, 1789 ഫ്രഞ്ച് വിപ്ലവം. എത്ര കാലം നീണ്ടു നിന്നു? തുടങ്ങിയ വർഷം എല്ലാവർക്കും അറിയാമായിരിക്കും, 1789. എത്ര കാലം നീണ്ടു നിന്നു? 10.5 വർഷം. അപ്പോൾ എന്നായിരുന്നു? 1789 തൊട്ട് 1799 വരെയുള്ള 10 വർഷം. 10 വർഷം 6 മാസമാണ് കൃത്യമായി പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ 1789 മെയ് 5 തുടങ്ങി 1799 നവംബർ 9 വരെ നീണ്ടു നിന്ന ഒരു റവല്യൂഷനാണ് എന്ന് പറയുന്നത് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 10.5 വർഷത്തോളം ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രധാന ആശയങ്ങളായിരുന്നു എന്ന് പറയുന്നത് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. വോൾട്ടയർ, റൂസ്കോ, മോണ്ടസ്ക്യൂ ഒക്കെ നമ്മളിത് പറയുമ്പോൾ എന്താണ് മനസ്സിൽ വരേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെന്താണ്? റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയം. അപ്പം ഇത് രണ്ടും എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, റിപ്പബ്ലിക്. ഈ 4 കാര്യങ്ങൾ നമ്മൾ കടമെടുത്തത് ഫ്രാൻസിൽ നിന്നാണ്. അടുത്തത് നമ്മൾ ജർമ്മനിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കടമെടുക്കലുകൾ നോക്കാം. നമ്മളുടെ ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ സസ്പെൻഷൻ ഏത് സാഹചര്യത്തിലാണ്? എമർജൻസി ഡിക്ലെയർ ചെയ്യുന്ന സാഹചര്യത്തിൽ. എമർജൻസി ഡിക്ലെയർ ചെയ്യുന്ന ആർട്ടിക്കിളുകളൊന്ന് ഓർത്ത് വെക്കുക. ആർട്ടിക്കിൾ 352 തൊട്ട് 360 വരെയുള്ള ആർട്ടിക്കിളാണ്. എന്നിട്ട് 352 എന്ന് പറയുന്നത് സെൻട്രൽ എമർജൻസിയും, 356 എന്ന് പറയുന്നത് സ്റ്റേറ്റ് എമർജൻസിയും, 360 എന്ന് പറയുന്നത് എന്താണ്? ഫിനാൻഷ്യൽ എമർജൻസിയുമാണ്. ഇന്ത്യയിൽ ഇതുവരെ പ്രഖ്യാപിക്കപ്പെടാത്ത എമർജൻസി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഫിനാൻഷ്യൽ എമർജൻസിയാണ്. ഓക്കെ, ഇനി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് നമ്മളുടെ കടമെടുക്കലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് അത് പഠിക്കേണ്ട ഒരു സംഭവം. അമെൻമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഏതാണ്? ആർട്ടിക്കിൾ 368, 368. ഓക്കെ, അമെൻമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കടമെടുത്ത എവിടെ നിന്നാണ്? സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അനേകം പരീക്ഷയ്ക്ക്. ഓക്കെ, അപ്പം 368 എന്താണ്? ആർട്ടിക്കിൾ 368 അമെൻമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പിന്നെന്താണ്? ഇലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ മെമ്പേഴ്സിൻ്റെ ഇലക്ഷൻ. അത് നമ്മൾ കടമെടുത്തിരിക്കുന്നതും എവിടെ നിന്നാണ്? സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. ഓക്കെ, നിങ്ങൾ ഈ സ്ലൈഡ് ഒന്നുകൂടെ ഒന്ന് ഓടിച്ച് നോക്കുക. അതിനകത്ത് ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് എഴുതി പഠിക്കുക. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് 1 മാർക്ക് ഉറപ്പായിട്ടും 1-2 മാർക്ക് കിട്ടാൻ വളരെയേറെ ചാൻസ് ഉള്ള ഒരു പോർഷനാണ് ഞാനിപ്പോൾ കവർ ചെയ്തത്. അപ്പം ഈ പ്രോഗ്രാം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഈ സെഷൻ ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അവരോടും പറയുക. അപ്പോൾ ഇത്രയും നേരം ഈ പാർട്ട് 2 അറ്റൻഡ് ചെയ്ത ഈ വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ട് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇനിയും ഇതിനെക്കുറിച്ച് ഒരു പാർട്ടും കൂടെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്.